ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AK Salt. അപ്പോൾ ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നുള്ളത് എങ്ങനെ നമ്മളുടെ ഫോട്ടോഷോപ്പിൽ നമുക്ക് എങ്ങനെ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാമെന്നാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അധികം ആൾക്കാർ ഉപയോഗിക്കുന്നുള്ളത് നമ്മുടെ പഴയ ഫോട്ടോഷോപ്പാണ്. പഴയ ഫോട്ടോഷോപ്പിൻ്റെ 7.0 എന്ന് പറഞ്ഞിട്ടുള്ള വെർഷനാണ് അധികം ആൾക്കാർ ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് ആ ഒരു വെർഷൻ ഉപയോഗിച്ചിട്ടാണിന്ന് നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അഡോബ് ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും എളുപ്പമായി നമുക്ക് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്യാം. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അത് റിമൂവ് ചെയ്ത് നമുക്ക് തരുന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻ്റ് ഇടാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോഷോപ്പ് ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക, ഇവിടെ ഫയൽ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിവിടെ മെയിൻ മെനുവിൽ തന്നെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടുന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കുട്ടിയുടെ ഈ ഒരു ഫോട്ടോ ആണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത്, ഇപ്പോൾ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഞാനിപ്പോൾ വേറൊരു ബാക്ക്ഗ്രൗണ്ടാണ് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളത്. ഞാനിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക, അതിനുവേണ്ടി നമുക്കൊരു മെയിൻ ടൂൾ ആവശ്യമുണ്ട്. നമുക്ക് ഒരു ടൂള് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് എല്ലാണ്. ഇതാണ് ആ ഒരു ടൂള്. കണ്ടില്ലേ, ഇതാണ് ആ ഒരു ടൂള്. ആ ഒരു ടൂൾ സെലക്ട് ചെയ്താൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേമാതിരി നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ കണ്ടില്ലേ, ഇതേമാതിരി നമുക്ക് ഒറ്റ ഇതിൽ നമ്മൾ പെൻസിലിലൊക്കെ വരക്കുന്ന മാതിരി നമുക്ക് ഇതേമാതിരി വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയല്ല നമ്മളിത് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നുള്ളത്. അതിനുവേണ്ടി നമ്മളിവിടെ ഈ ഒരു ടൂൾ, ആ ഒരു ടൂള് ക്ലിക്ക് ചെയ്യുക. പെൻ ടൂളാണ് അതിൻ്റെ പേര്, B എന്നാണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഈ ഒരു ഫോട്ടോ സൂം ചെയ്യുക. അതിനുവേണ്ടി നമുക്ക് എവിടെയൊക്കെയാണ് നമുക്ക് കട്ട് ചെയ്ത് വരേണ്ടത് അതിൻ്റെ അകത്ത് കൂടി ഇതേമാതിരി നമുക്ക് ഒന്ന് ഇങ്ങനെ ഔട്ട്ലൈൻ ഇട്ടെടുക്കുന്നത് മാതിരി നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് പ്രൊഫഷണലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേമാതിരി സൂം ചെയ്ത് പതുക്കെ ചെയ്തെടുക്കുക. ഓക്കെ, ഇതേമാതിരി സൂം ചെയ്ത് പതുക്കെ നമ്മൾ അങ്ങനത്തെ എഡിറ്റിംഗ് വർക്ക്സൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് പ്രൊഫഷണലായിട്ടുള്ള രീതിക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആയിട്ട് കാണാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇപ്പോൾ ഇതേമാതിരി വരയിട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേമാതിരി ഔട്ട്ലൈൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഇത് ആ വരയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇവിടത്തേക്കാണ് നമ്മൾ തുടങ്ങിയത്. അവിടത്തേക്ക് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനെ ജസ്റ്റ് ലാസ്റ്റ് ഫിനിഷിങ് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ കുറേ സമയം എടുത്തത് ഇതേമാതിരി കുറേ വരകളൊക്കെ വരച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പിക്ചർ പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല രീതിക്ക് പെർഫെക്റ്റായി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ മേക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി പറ്റും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഫെദർ റേഡിയസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അവിടെ നമ്മൾ ജസ്റ്റ് 1 ഇട്ട് കൊടുക്കുക. 1. ഓക്കെ, പിന്നെ ഇവിടെ ഇതൊക്കെ നിങ്ങൾ എൻ്റെ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ചെയ്ത് വെക്കുക. കണ്ടില്ലേ, ഇത് ടിക്ക് കൊടുക്കുക, ഇവിടെ ടിക്ക് കൊടുക്കുക. അതിനുശേഷം ഓക്കെ അടിക്കുക. ഇപ്പോൾ ചെറിയൊരു വര അതിൻ്റെ മുകളിലൂടെ നീങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, നമ്മൾ ഔട്ട്ലൈൻ ഇട്ട സ്ഥലത്തെ കൂടി ചെറിയ ചെറിയ വരകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനർത്ഥം നമ്മളിപ്പോൾ
നമ്മൾ ഔട്ട്ലൈൻ ഇട്ടെടുത്തത് സെലക്ട് ആയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു ചിത്രം ഡ്രാഗ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട്. ഇതാണ് ഈ ഒരു കുട്ടിയാണ് നമുക്ക് വേണ്ട ആ ഒരു സാധനം. നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടാണ് ഈ ഒരു ഹാപ്പി ന്യൂ ഇയർ വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, ഇവിടെ മൂവ് ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നുള്ളത് വി ആണ്. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു പിക്ചർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും കാണാൻ പറ്റുക. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ട സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ നമ്മളുടെ ഈ ഒരു ചിത്രത്തിൽ ആ ഒരു കുട്ടി നമുക്ക് വന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു കുട്ടിയെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കണ്ടില്ലേ? ഇതേമാതിരി വെക്കുകയാണ്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതേമാതിരി നിങ്ങൾക്ക് റെഡി ആയാൽ ഇവിടെ ടിക്ക് കൊടുത്ത് അപ്ലൈ ചെയ്യുക. നിങ്ങൾ കണ്ടില്ലേ? അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനേക്കാളും നല്ല രീതിക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളറൊക്കെ നല്ല രീതിക്ക് കൊടുത്ത് ഓപ്പോസിറ്റി ഒക്കെ നല്ല രീതിക്ക് തന്നെ നൽകി നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റുന്നത് എന്ന് മനസ്സിലായില്ലേ? നമുക്ക് ആ ഒരു ഇത് മൂവ് ചെയ്തത് ഇതേമാതിരി മൂവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിതെങ്ങനെ മാറ്റുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇതേപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്രിയേറ്റീവ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.